ടി.ജി. മോഹൻദാസിന് ഇപ്പോൾ കണ്ടക ശനിയാണെന്ന് തോന്നുന്നു. പോകുന്നവരും വരുന്നവരൊക്കെ ടി.ജിയുടെ നെഞ്ചത്ത് ചവിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാ രഞ്ജിനി ഹരിദാസും അതുപോലെ വീണ്ടും ടി.ജിയെ എയറിലാക്കിക്കൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ രഞ്ജിനി ഹരിദാസ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ടി.ജി. മോഹൻദാസ് അപ്പൂപ്പൻ, ലൈക് അപ്പൂപ്പന്റെ വയസ്സുള്ള എന്റെ അപ്പൂപ്പന്റെ വയസ്സുണ്ടാവും. ഹി മസ്റ്റ് ബി 70-80-year-old man. മൈ ഗോഷ്, എന്താണ് പറയണത്? ലൈക് ഇത്രയും ഡെക്കേഡ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പം എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ഇതൊക്കെയാണ് അന്ധമായ പോളിറ്റിക്സ്. അത് ഏത് പോളിറ്റിക്സ് ആണെങ്കിലും അന്ധമായ പോളിറ്റിക്സും ഒരു അജണ്ടയും ഒരു വിശ്വാസവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് പോയിസൺ, വിഷം തുപ്പുന്ന മനുഷ്യരാണ് ഇവരെല്ലാം. ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഒക്കെ മനസ്സിൽ വെച്ച് ഇത്രയും വിഷം ഉള്ളിൽ വെച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരെ പറയാ അവർ അജണ്ടയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വാ തുറന്നിട്ട് നല്ല എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? റിസർച്ച് ചെയ്യേണ്ടി വരും. ചെയ്താലും കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയും വിദ്വേഷവും വിഷവും മനസ്സിൽ വെച്ചിട്ട് നടക്കുന്നു. പ്രായമായില്ലേ, ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കൂ. ഇനി നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം കേൾക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി കേൾക്കാം. നിങ്ങളുടെ വീട്ടില് ശ്രീ മോഹൻദാസ്, താങ്കളുടെ വീട്ടില് സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. താങ്കൾ സ്ത്രീകളില്ലാത്ത ഒരു വീട്ടിലൊന്നും ആയിരിക്കില്ല. എന്തായാലും താങ്കളെ ഒരമ്മയാണല്ലോ പ്രസവിച്ചത്. എന്തായാലും അച്ഛൻ പ്രസവിക്കാൻ വഴിയില്ല. ഒരമ്മ പ്രസവിച്ച, ഇനി കൂടെ സഹോദരികൾ ഉണ്ടോ എന്നറിയില്ല. താങ്കൾക്ക് പെൺമക്കൾ ഉണ്ടോ എന്നറിയില്ല. താങ്കൾക്ക് അമ്മായിമാര്, കുഞ്ഞമ്മമാര്, ഇങ്ങനെ ബന്ധത്തിൽ സ്ത്രീകൾ എല്ലാവരും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അവരോടെല്ലാം താങ്കൾ ഇങ്ങനെ സംസാരിക്കുമോ? അതായത് അവരുടെ അഭിപ്രായം, ആ വീട്ടിൽ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ താങ്കളോട് അവരുടെ അഭിപ്രായം, അത് എതിരഭിപ്രായം പറഞ്ഞാൽ താങ്കൾ അവരെല്ലാം ബലാത്സംഗം ചെയ്യുമോ? അതോ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുമോ? എങ്ങനെയാണ് സാർ? എന്നിട്ട് സാറ് പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ അടിവസ്ത്രം പോലും ഇടാതെ. സാർ കണ്ടോ? സാറിന് വയസ്സെത്രയുണ്ട് സാർ? സാർ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റമെത്തി. താങ്കൾക്ക് എന്തായാലും ഒരു 70 വയസ്സിന് മുകളിലൊക്കെ ഉണ്ടാവാനാണ് സാധ്യത, അല്ലേ? ആ താങ്കളുടെ നോട്ടം എങ്ങോട്ടാണ് ഈ പോകുന്നത്? പെൺകുട്ടികളുടെ അടിവസ്ത്രത്തിനുള്ളിലേക്കാണോ സാർ താങ്കൾ പോകുന്നത്? അയ്യേ സാർ, സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ക്യാമറ മുകളിൽ നിന്ന് വെക്കൂ, മറ്റത് അവര് കുനിയും. നമുക്ക് ഒരു തരം ഒരു അറപ്പില്ലേ? ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ. താങ്കൾ ഒരു വൃദ്ധനാണ്, ശരിക്കും ഒരു പടുവൃദ്ധനാണ് താങ്കൾ. ആ പടുവൃദ്ധനായ ഒരു മനുഷ്യൻ ഇരുന്ന് സംസാരിക്കുന്നത് എന്ത് തരം ഭാഷയാണ് ശ്രീ മോഹൻദാസ്? കഷ്ടം തോന്നുന്നു, ലജ്ജ തോന്നുന്നു സാർ, ലജ്ജ തോന്നുന്നു ഞങ്ങൾക്ക്. അപ്പൊ താങ്കളുടെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥയോ? ഇയാൾ എന്താണ് പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ വലിയ ബോധമൊന്നുമില്ലേ? അല്ല, ഈ പറയുന്ന, അതായത് ഇയാൾ വിമർശിച്ചിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇയാളുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അവരെ കുറിച്ചാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വെടിവെച്ച് കൊല്ലണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാളുടെ കൊച്ചുമക്കളുടെ പ്രായം വരുന്ന കുട്ടികളെയാണ്, സ്റ്റുഡൻസിനെയാണ് ഇയാൾ അതുപോലെ പറഞ്ഞിട്ടുള്ളത്. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇയാൾക്ക് ഇതൊന്നും പറയാൻ നാണമില്ലേ? കാരണം ഈ കാര്യങ്ങൾ ഇയാളുടെ വീട്ടിലുള്ള ആളുകളും ഇയാളുടെ മക്കളും മക്കളുടെ മക്കളും അതുപോലെ മറ്റു ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കേൾക്കില്ലേ? അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇയാൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്നിട്ട്, അതായത് ഓരോ ക്യാമറന്റെ മുന്നിൽ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പച്ചക്ക് വിളിച്ചു പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് എതിർപ്പുള്ളത് ഒരേ ഒരു കാര്യത്തിലാണ്, ഇയാളെ കയറി സാർ സാർ എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ സാർ എന്ന് വിളിക്കണം, പക്ഷേ അതിന് അയാൾക്ക് അർഹത വേണം. പക്ഷേ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അർഹതയില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ സാർ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ രണ്ടാമത്തെ വീഡിയോ കാണാം. അത് എന്ന് പറയുന്നത്
ഈ പറയുന്ന മോഹൻദാസിനെ മാത്രമല്ല, ഈ മോഹൻദാസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. അവർക്കും കൂടിയുള്ള മറുപടിയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ കാണാം. ഹലോ, അന്ന് ഞാൻ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ, അതായത് സമരം ചെയ്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം എന്നൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയില്ല, അതിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടുന്നല്ലോ. അതിനെതിരെ ABC എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി കഥ പറയിക്കരുത്, ടി.ജിയെ തിരുത്താൻ നിങ്ങൾ ആര്? ഒരു താഴെ ഭാഗ്യലക്ഷ്മിയുടെ കഥ ഇതാണ്, ABC ആണേ. അതെന്താ ടി.ജിയെ തിരുത്താൻ പാടില്ലേ? ടി.ജി എന്താ ദൈവമാണോ? ടി.ജി നിങ്ങൾക്ക് ദൈവമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ദൈവമൊന്നുമല്ല. പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം വായ മൂടി ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഉള്ളിലെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കുമായിരിക്കും അയാൾ അങ്ങനെ പറയരുതായിരുന്നു എന്ന്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമേ ഇല്ല. നിങ്ങൾ ഇപ്പോഴും അയാളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാൾ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ ഒരു വീഡിയോയിൽ വളരെ മാന്യമായ ഭാഷയിലാണ് ഞാനത് പറഞ്ഞത്. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് എന്നോട് എന്തിനാണ് ഇയാളോട് ഇത്ര മാന്യമായി സംസാരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു. പക്ഷെ എനിക്ക് അതേ പറ്റുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ മോശമായ ഭാഷ ഉപയോഗിക്കാൻ എന്റെ നാവ് അതിന് വഴങ്ങില്ല. അപ്പൊ ഇതിന്റെ താഴെ ഇനി ഏതെങ്കിലും ഒരുത്തം വന്ന് പറയും, അപ്പൊ നിങ്ങൾ മറ്റേ യൂട്യൂബർ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം, പിന്നെ താനൊന്നും അങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ഈ രാജ്യത്തെ സ്ത്രീകളോട്, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, അത് BJP യോ RSS എന്തുമാകട്ടെ, നിങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതെന്ത് ഭാരത സംസ്കാരമാണ്? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാരതം? പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭാരതം ഇതല്ല. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു ഭാരതമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒരുപാട് പേര് വിമർശനം ഉന്നയിച്ചു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയം ഇല്ലാത്ത ഒരുപാട് പേര് ടി.ജി. മോഹൻദാസിനെ വിമർശിച്ചു. പക്ഷെ അവരെയൊന്നും പറയില്ല. കാരണം ഭാഗ്യലക്ഷ്മി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കിട്ടും അല്ലെ? ഭാഗ്യലക്ഷ്മി എന്ന് പറയുമ്പോൾ വേഗം ഒന്ന് ആൾക്കാർ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താറിയോ? ഇങ്ങനെ പറയുന്ന സ്ത്രീകളെ കുറിച്ച് അപരാധം പറയുക എന്നുള്ളതാണ്. അത് ഏത് വിഡ്ഢിക്കും സാധിക്കും. എനിക്ക് 10-15 വയസ്സായി, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെതിരെ ഒന്നും ഞാൻ ഒരു അക്ഷരം മിണ്ടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? എന്റെ സംസ്കാരം നിങ്ങളുടെ സംസ്കാരമല്ല. എന്റെ സംസ്കാരം നിങ്ങൾ വാക്കുകൊണ്ട് പറയുന്ന ഒരു ഭാരത സംസ്കാരം ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംസ്കാരമല്ല. എനിക്ക് എന്റെ സംസ്കാരമുണ്ട്. ഇതെല്ലാം മാറുന്ന ഒരു കാലം വരും, തീർച്ചയായിട്ടും വരും. ഈ ഒരു കാര്യത്തിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ABC ന്യൂസ് മാത്രമല്ല ഇയാളെ ന്യായീകരിക്കാൻ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇയാളെ നമുക്ക് മനുഷ്യനായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇയാളെ ന്യായീകരിക്കുന്ന ആളുകളെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ സാധിക്കുമോ? ഇതിനുള്ള ഉത്തരം നിങ്ങൾ പറയുക. രണ്ടാമത്തേത്, ഭാഗ്യലക്ഷ്മി ചേച്ചി ഇവിടെ പറഞ്ഞു ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ ഇയാളെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തുമാവട്ടെ, ചേച്ചി അറിയുമോ എന്നറിയില്ല, നോർത്ത് ഇന്ത്യയിൽ ഈ ബലാത്സംഗം ചെയ്തിട്ടുള്ള പ്രതികൾ ജയിൽ മോചിതനായി പുറത്തേക്ക് വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള പല ഇൻസിഡൻസും നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സംസ്കാരം അത് ഈ പറഞ്ഞതാണ്. ഇത്ര തന്നെ. ഇയാൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു, അതിനെ ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേർ. അതുപോലെ അവിടെ ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് ശിക്ഷ അനുഭവിച്ച് പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ പരോളിൽ പുറത്തു വന്നു. അങ്ങനെ വരുന്ന ആളുകളെ മാലയിട്ട് സ്വീകരിക്കുന്നു. അതാണ് ഇവരുടെയൊക്കെ സംസ്കാരം. ഇവന്മാരെ പോലുള്ള ആളുകളുടെ അഹങ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് ഇവനെയൊന്നും ആരും തൊടില്ല എന്നുള്ള ആ ഒരു വിശ്വാസമാണ്. എന്ത് പച്ച കള്ളം വിളിച്ചു പറഞ്ഞാലും ഇവനെയൊന്നും ആരും തൊടില്ല. ഇനി തൊട്ടാൽ തന്നെ ഇവൻക്കൊക്കെ ഭ്രാന്താണെന്നും പറഞ്ഞിട്ട് വെറുതെ വിടും. ആ അഹങ്കാരം കൊണ്ടാണ് ഇവനെ പോലത്തുള്ള ഒരുപാടെണ്ണം വന്ന് പച്ചക്കള്ളം, അതായത് യാതൊരു ഡാറ്റയോ ഒന്നുമില്ലാതെ പച്ചക്കള്ളവും പച്ച വർഗീയതയും വന്ന് പറയാനുള്ള ഇവരുടെയൊക്കെ ധൈര്യം എന്ന് പറയുന്നത് അത് മാത്രമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു കാലം വരും, ഇതൊക്കെ മാറുന്ന ഒരു കാലം വരും. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെയുള്ള ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർ, ആളുകൾ പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും.